ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കഥതി കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നിധിയെയും കൂട്ടി സുഭാഷ് ഏട്ടനും നികേഷും കൂടി കിളിക്കൂട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാട്ടോ. ആ സമയത്ത് രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അച്ഛൻ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരു ഓട്ടോയിൽ വന്നിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. അങ്ങനെ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ അച്ഛന് ഇങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും, ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നിധിയാണെങ്കിൽ എന്തോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഭാസ്കരനച്ഛനും അവളുടെ മുഖഭാവം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ കൊണ്ടേ പോകുന്നു തോന്നുന്നുണ്ട്, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്നൊക്കെ ഉള്ളത് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകളുണ്ട്, പല കാര്യങ്ങളും ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആരെക്കുറിച്ച് ഈ മോള് ഈ പറയുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് ആളെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ആളെ ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം അച്ഛൻ ഇങ്ങനെ ഹോസ്റ്റലിൽ പോയിട്ട് നിധിയുടെ അടുത്ത് സംസാരിച്ച കാര്യമൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ നമ്മൾ നിധി കയറുന്നതിന് മുമ്പ് ആരതി എടുക്കണം എന്നൊക്കെ നമ്മളെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ നികേഷ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്താ ഈ സുഭാഷ് ചേട്ടൻ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയെ അകത്തേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന പാടെ നമ്മളെ നിധി അവിടെ ഇരുന്ന് സുഭാഷ് ചേട്ടൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഹരീഷ് ആണെങ്കിൽ വന്ന സന്തോഷം അറിയിക്കുന്നുണ്ട്, ഏടത്തി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചുറ്റിൽ നിന്നവരെല്ലാവരും കൂടി സംസാരിക്കുക. ആ സമയത്ത് സുധീഷിനെ അവിടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ആളെ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അകത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ചിറക്കാന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഹരീഷും നികേഷൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ പോയി കണ്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആളിപ്പോൾ കിടക്കുന്നത് നമ്മളെ നിധി കിടന്നിരുന്ന റൂമിലാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ പാട്ടും കേട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മളെ നിധിയെ കണ്ടപ്പോൾ ആളാകെ ഷോക്കായി. ഇത് സ്വപ്നമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് തിരുമ്പി ഒന്നും കൂടി നോക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് ഒക്കെ ചെവിയിൽ നിന്ന് എടുത്ത് മാറ്റി ഒന്നും കൂടി നോക്കുന്നുണ്ട്. ഞാൻ കണ്ട സ്വപ്നമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നിധി പറയുന്നുണ്ട് ഹലോ ഇത് ഞാൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ ഇവിടുന്ന് പോകാൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു, അതുകൊണ്ട് വന്നതാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നികേഷ് നമ്മളെ നിധിക്ക് അവളുടെ ബാഗൊക്കെ എടുത്തു കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹാളിൽ വന്നിട്ട് ഹരീഷിനോടും നികേഷിനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർ ചോദിക്കുമ്പോൾ എന്തിനാ അവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നല്ലോ മേഡം ഇങ്ങോട്ട് വരുന്ന കാര്യം, നിങ്ങളാരും പറഞ്ഞതുമില്ല എന്നൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. പാവം നമ്മളെ സുധീഷ് മാത്രം ഭക്ഷണം കഴിക്കുന്നില്ല, അവൻ വെറുതെ റേഡിയോയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാരും നമ്മളെ സുധീഷിനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. സുധീഷ് ആണെങ്കിൽ അവരുടെ സഭയിലിരുന്ന് ഭക്ഷണം കഴിക്കുക അവനും ഒരു ചടപ്പ്. കാരണം ആരും അങ്ങനെ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് മിണ്ടുന്നൊന്നും ഇല്ലല്ലോ. അന്നേരമാണ് അച്ഛൻ വരുന്നുണ്ട്. അച്ഛന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കണോ വേണ്ടയോ എന്നൊരു ഡൗട്ട്. കാരണം നിധിയെ ഭയങ്കര പേടി പോലെ കാണിക്കുന്നുണ്ട്. എന്താ ഭക്ഷണം വേണ്ടേ, കഴിക്കുന്നില്ലേ, ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിധി ഒരു ആക്കിയ പോലെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ദോശയൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ചേട്ടനോട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ നമ്മളെ നിധി. അങ്ങനെ സുഭാഷ് ചേട്ടൻ അച്ഛന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. സുധീഷിനോട് കഴിക്കുന്നില്ലേന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അന്നേരം നിധി പറയുന്നത് എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് അവസാനം സുഭാഷ് ചേട്ടൻ കഴിക്കുന്ന ശീലമൊക്കെ നിർത്തണം, അവനവന് വിളമ്പി കഴിക്കാനൊക്കെ അവനവനെ അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ സുധീഷിനെ ഇട്ടിട്ടാക്കുന്നതാണ്. എന്നെ ആരും മനുഷ്യനായിട്ട് കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ ആക്കിയ പോലെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിന് ഭയങ്കര സങ്കടമുണ്ട്. ആരും വല്ലാണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ നിധിയൊക്കെ അങ്ങനെ തന്നെയാണ്. വലിയ മാറ്റമൊന്നും അവളിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നാ ഇയാൾ ഇവിടുന്ന് പോകുന്നതെന്നും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നാളെ പോയിക്കോളാം, ഈ രാത്രി തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്നൊന്നുമില്ലല്ലോ, നാളെ പോയാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ നാളെ പോയാൽ മതി, പോയി തന്നാൽ മതി എന്നുള്ള ലെവലിലൊക്കെ നിധിയും സംസാരിക്കുന്നുണ്ട്. നീ എങ്ങോട്ട് പോകാനാടാ ചുമ്മാതിരിക്കുന്നൊക്കെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ അത് കേൾക്കുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ട്. അന്നേരം സുധീഷ് പറയുന്നത് വലിയ സ്നേഹമൊന്നും അഭിനയിക്കേണ്ട ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നികേഷ് എന്ന്. അതും നമ്മളെ സുധീഷിനാക്കിക്കൊണ്ട് പറയുന്ന കേട്ടോ. സുധീഷിനാണെങ്കിൽ സംഭവം മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. നിധി എന്തായാലും ഫുഡ് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടാണ് കഴിക്കുന്നത്. കാരണം അവൾക്ക് ഹോസ്റ്റലിലെ ഭക്ഷണമൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ നികേഷിന് മനസ്സിലായി ഏട്ടത്തി ഹോസ്റ്റലിലെ ഫുഡൊന്നും പോരായിരുന്നില്ല എന്ന്. അതെങ്ങനെ നിനക്ക് മനസ്സിലായിട്ടാന്ന് ചോദിക്കുമ്പോൾ കഴിക്കുന്ന കഴിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നികേഷ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ സുധീഷാണെങ്കിൽ അന്നേരം കഴിക്കുന്നില്ല കേട്ടോ. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ വന്ന് ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അന്നേരം സുധീഷ് അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും നിധിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അങ്ങനെ രാവിലെ നമ്മൾ സുധീഷ് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് സുഭാഷ് ചേട്ടൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, വിചാരിച്ച കടയിൽ നിന്ന് സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് നടന്നിട്ടാട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്, എല്ലാം സുഭാഷ് ചേട്ടന്
വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി കേട്ടപ്പോൾ നിധി പറയുന്നത്, അപ്പോൾ ഈ വീട്ടിൽ നിന്ന് സുഭാഷേട്ടൻ മാത്രമാണോ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റാണെന്നുള്ള ലെവലിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞ ആൾ തന്നെ വീണ്ടും വീണ്ടും ഓരോന്ന് ചൊറിയാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മളെ സുധീഷ്. എനിക്കെന്തായാലും നിധി ഇങ്ങോട്ട് വരുന്നു നന്നായിട്ട് അറിയായിരുന്നു, നല്ല ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ നിധി ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത്ര തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹരീഷും നികേഷാണെങ്കിൽ ഭയങ്കര ചിരിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാരണം എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ കളിയാക്കിയിട്ടാണോ ചിരിക്കുന്നതെന്ന് വരെ നമ്മളെ നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അതെടുത്തിട്ടിട്ട് സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ആരാ നിധിയെ കളിയാക്കാൻ, നിങ്ങൾ എന്തിനാ നിധിയെ കളിയാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിധി പറയുന്നത്, എൻ്റെ കാര്യം എനിക്ക് ചോദിക്കാൻ അറിയാം, ഇയാൾ എന്തിനാ ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെ നോക്കിയാലും നമ്മളെ സുധീഷിനെ കുറ്റം കണ്ടെത്തുന്ന ഒരു ക്യാരക്ടറായി മാറിയിട്ടുണ്ട് ഇപ്പോൾ നിധിയുടേത്. അതൊക്കെ കഴിഞ്ഞിട്ടും നമ്മളെ നിധിക്കൊരു സംശയം, എന്തുകൊണ്ടായിരിക്കും സുധീഷ് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞത് എന്നുള്ളത് ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അത് വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ സുധീഷ് കൊടുത്ത മറുപടി, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് മാറി നിന്നിട്ടും നിധി കഴുത്തിൽ താലി അഴിച്ചു മാറ്റിയില്ലല്ലോ എന്നാണ്. നിധി തന്നെ അന്നേരമാണ് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് താലിയുടെ മഹാത്മ്യം. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അവൾ എന്തായാലും അവളെ കല്യാണം കഴിച്ച് വന്ന വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന്. അത്ര തന്നെ അങ്ങനെ പറയുമ്പോൾ നിധി എന്ത് പണി ചെയ്യും? അത് കേട്ട ഉടനെ എണീറ്റ് വന്നിട്ട് താലി അഴിച്ചിട്ട് നമ്മളെ സുധീഷിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് വിചാരിക്കേണ്ട, ഇത് ഗോൾഡാണ്, എന്തായാലും ഭദ്രമായി എടുത്തു വെച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോഴും പിന്നെ ആ ഒരു സിറ്റുവേഷന് നേരിട്ട് ഹാൻഡിൽ ചെയ്തപ്പോഴും സുധീഷ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ നിധി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതും കൂടി കണ്ടതോടുകൂടി ഹരീഷും നികേഷും സുഭാഷേട്ടനൊക്കെ അവനെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടല്ലോ, നീ എന്തിനാ ഓരോന്ന് പറയാൻ നിന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, മിണ്ടാതിരുന്നൂടെ, നിന്റെ വായ അടച്ച് വെച്ചുകൂടിയിരുന്നു എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അവളതിന് ഇങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, ഇത് ഭദ്രമായി എടുത്തു വെക്കാനാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് ഗോൾഡ് ആയതുകൊണ്ടാണ് പണിയും തരൊന്നും ഇല്ലാതെ നിൽക്കില്ല, അപ്പം എന്തെങ്കിലും പോയി തിന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കുന്നു, അല്ലാതെ വേറെ അർത്ഥം വെച്ചിട്ടൊന്നും അല്ല ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്. സുധീഷ് അതും പോസിറ്റീവായിട്ടാണ് എടുത്തത്. അവൾക്ക് ഇനിയും ആ താലി ആവശ്യം വരും, തിരിച്ചു ചോദിക്കും, അതുകൊണ്ടാണ് ഭദ്രമായിട്ട് എടുത്തു വെക്കാൻ പറഞ്ഞതെന്നാണ് അവൻ കാണുന്നത്. അതിനെയും പോസിറ്റീവായിട്ടാണ് അവൻ ചിന്തിക്കുന്നത്. കാരണം അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളെ നിധി പറഞ്ഞ നെഗറ്റീവ് പോലും പോസിറ്റീവായിട്ട് എടുക്കുന്നത്. എന്തായാലും ഈ താലിയും അഴിച്ചു കൊടുത്ത് നിധി അടുക്കളയുടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സുധീഷാണെങ്കിൽ കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും പുറത്ത് വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്ത് ഉമ്മറത്ത് വന്നിട്ട് ആ താലി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇതുകൊണ്ടൊന്നും ഇത് അവസാനിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എന്തായാലും ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഈ താലി തിരിച്ചു ചോദിക്കും, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി അവളുടെ ക്യാരക്ടർ ഇതുവരെ അവൾ എവിടെ നിന്നാണോ വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവളുടെ ക്യാരക്ടർ, ഒരു ചേഞ്ചുമില്ല. ഇത്രയൊക്കെ ഒരാൾ സ്നേഹം പ്രകടിപ്പിച്ചിട്ടും ഇത്രയൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തിട്ടും, അവളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവൾക്കിപ്പോൾ കിട്ടിയ ജോലിക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവൾക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവനെ കൊണ്ട് കഴിയുന്നതെല്ലാം സുധീഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മളെ നിധിയുടെ ക്യാരക്ടറിൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും സുധീഷിനോട് പഴയ രീതിയിൽ തന്നെയാണ് ആൾ പെരുമാറുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടർ ആയിട്ട് പോലും സുധീഷിന് ഒരു തരി പോലും നിധിയോടുള്ള സ്നേഹം കുറയുന്നൊന്നുമില്ല. അപ്പം എന്തായാലും ഇനി താലിയും കൂടി അഴിച്ചു കൊടുത്തത് കാരണം അത് വെറും ഒരു ചെയിനായിട്ടേ അവൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളൂ. അതൊരു താലിയുടെ മാഹാത്മ്യം ഉണ്ടെന്നും അതുപോലെ തന്നെ ചെയിനിനപ്പുറത്തേക്ക് താലിക്ക് ഒരു ഭാരം ഉണ്ടെന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇത്രയൊക്കെ ഒരാൾ പിന്നാലെ നടന്ന് സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കിയിട്ടും ഒരാളുടെ മനസ്സ് അലിഞ്ഞു പോവാത്തതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഈ താലി അയച്ചു കൊടുത്തതിൻ്റെ പുറമെ ഇനി ഡിവോഴ്സ് വാങ്ങിക്കാനൊക്കെ നമ്മളെ നിധി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.